ഫെമി മുനീർ. ചേച്ചി ഒരുപാട് വർഷം പിന്നോട്ട് ട്രാവൽ ചെയ്യേണ്ടി വരും. ബ്യൂട്ടിഫുൾ. ഷാജഹാൻ ഇതെല്ലാം അല്ലേ പ്രസന്റേഷൻ. ഇതിൻ്റെ ആ ഒരു മെത്തേഡ് ഓഫ് സെർവിങ് വളരെ ഗംഭീരം. താഴെ റൈസ്, മേളിൽ മീറ്റ്, മുട്ട, ആ ഒരു ഷാജഹാനി മട്ടൻ ബിരിയാണി, ഡൽഹി ആഗ്ര സ്റ്റൈൽ. ഒരു താജ്മഹൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടിയത്. യെസ്, നല്ല റോയൽ ഫീലിംഗ്. ഇത് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞോളൂ. ഒന്ന് ഇത് റൈത്ത, പൊമിഗ്രാനൈറ്റ് ഡേറ്റ്സ് റൈത്ത. ഓക്കെ. പിന്നെ ഡേറ്റ്സ് ചട്നി, ഡേറ്റ്സിൻ്റെ ചട്നി. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ റൈസ് അടിയിലിട്ടിട്ട് മസാല മുകളിലായിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. നന്നായിട്ട് പഠിച്ചിരിക്കുന്നു. ഇത് സാധാരണ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. ആ ചുമ്മാതല്ല. ഷാജഹാനി ബിരിയാണി ചിക്കൻ ഉണ്ട്, ബീഫ് വെക്കും, മട്ടൻ വെക്കും. യെസ്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. സോഫ്റ്റ്ലി ഡൺ. മട്ടൻ വേവിച്ചിട്ട് അതിൻ്റെ സ്റ്റോക്കിലാണ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ മട്ടൺ ഫ്ലേവർ കിട്ടുന്നുണ്ടോ? പിന്നെ ഫ്രൈഡ് ഓണിയൻസ് ആണ് ഇത് മെയിനായിട്ട് മസാലയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ബിരിസ്റ്റ എന്ന് പറയും. എരിവുണ്ടോ? കറക്റ്റ്. മട്ടൺ പീസസ് എടുത്തു. അതിൻ്റെ കൂടെ ഡേറ്റ്സ് ചട്നിയും ക്രീം മേളിലിട്ടപ്പോഴേ ക്രീമാണ് ഇട്ടിരിക്കുന്നത്. അതെ, ഫ്രഷ് ക്രീം. നല്ലൊരു പക്ഷെ മട്ടൻ്റെ എല്ലൊക്കെ ഇങ്ങനെ വരുമല്ലോ. ഡേറ്റ്സ് അല്ലേ? ഡേറ്റ്സ് ചട്നി, ഡേറ്റ്സ്, ചില്ലി, ഗാർലിക് എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കും. ഡേറ്റ്സ് പൊമിഗ്രാനൈറ്റ് റൈത്ത. റോയൽ വൺ. ഒന്നും പറയാനില്ല. താങ്ക് യു മാം. വെരി നൈസ്. നല്ല ഡിമാൻഡുള്ളതാണ് അല്ലേ? ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. പക്ഷെ എന്തായാലും ഇപ്പൊ ഈ റെസിപ്പി സാധാരണ ബിരിയാണിനേക്കാൾ ഇതാണ് എൻ്റെ അടുത്ത് നല്ലൊരു ഭാഗം. പക്ഷെ ഇപ്പൊ ഈ റെസിപ്പി ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ വീടുകളിൽ ഉണ്ടാക്കാനും പറ്റും. എനിവേ, താങ്ക് യു. നൈസ്.